നമസ്കാരം. നമ്മൾ ഊട്ടിയിലാണ് ഉള്ളത്. ഊട്ടിയിലെ പ്രസിദ്ധമായിട്ടുള്ള മൗണ്ടൻ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം അടുത്തടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബോർഡ് കാണാം. നീലഗിരി മൗണ്ടൻ റെയിൽവേസ് സെഞ്ചുറി സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോർഡ്. 1908 ഇത് സ്ഥാപിക്കുന്നത്. 2008 ആകുമ്പോഴത്തേക്ക് ഏകദേശം 100 വർഷമായി. ആ ബോർഡ് കടന്ന് നമ്മൾ മുൻപോട്ട് കാണുന്ന വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് അടുത്തെത്തി. അപ്പോൾ നമ്മുടെ ദേശീയ പതാക നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തെളിഞ്ഞ നീലാകാശത്ത് ഇത് കാണുവാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് സ്റ്റേഷനകത്തായിട്ട് നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ചരിത്രം, അതിൻ്റെ പഴയകാല ഫോട്ടോസെല്ലാം നമുക്കിവിടെ കാണാം. അതുപോലെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറും നമുക്കിവിടെ കാണാം. നമ്മൾ അവിടെ നിന്നും പ്ലാറ്റ്ഫോമിനകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടില്ല. പ്ലാറ്റ്ഫോമിൻ്റെ മറുവശത്തായിട്ട് നമ്മൾ മൗണ്ടൻ ട്രെയിനിൻ്റെ ഒരു മാതൃക നമുക്കിവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണാം. അതിന് അടുത്തായിട്ട് ഐ ലവ് ഊട്ടി എന്ന ബോർഡും കാണാം. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഐ ലവ് ഊട്ടി എന്ന ബോർഡിന് സമീപത്ത് നിന്നുകൊണ്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഓൺലൈനാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ട്രെയിൻ ഊട്ടിയിൽ നിന്നും സാധാ ഡീസൽ എഞ്ചിനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. കൂനൂർ എന്ന സ്ഥലത്തെത്തിയാൽ മാത്രമാണ് ആവി എഞ്ചിനിലേക്ക് ഇത് മാറുന്നത്. അങ്ങനെ നമ്മൾ 2 മണിക്കാണ് നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം 5:30 മേട്ടുപ്പാളയത്ത് എത്തിച്ചേരും. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഓൺലൈനാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടിക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കും. അതിന് അത്യാവശ്യം നല്ല ആളുകളും ഉണ്ടാവും കേട്ടോ. ലിമിറ്റഡ് ആയിട്ടുള്ള ടിക്കറ്റുകൾ മാത്രമേ ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഈ കാണുന്നത് ട്രെയിനിൻ്റെ ഉൾവശമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിച്ചു. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണം. മറ്റൊന്നുമല്ല, പണ്ട് കാലത്ത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നമുക്ക് നേരിട്ട് കാണാം. രണ്ടാമതായിട്ട് ഊട്ടിയുടെ സൗന്ദര്യം കാണാം. അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള സ്ഥലത്തു കൂടിയാണ് ഈ ഒരു ട്രെയിൻ മുഴുവൻ സമയവും യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് ഒരിക്കലെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യണം. കാരണം എനിക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് യാത്ര ചെയ്യാവുന്നത് ഭയങ്കര സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു യാത്ര നല്ലപോലെ ആസ്വദിച്ചു കേട്ടോ. നമ്മൾ ലൗഡേൽ എന്ന സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഓരോ സ്റ്റേഷനിലും 2 മിനിറ്റ് മാത്രമേ ഇത് നിർത്തത്തുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ യാത്ര വീണ്ടും ആരംഭിച്ചു. ശരിക്കും പറഞ്ഞാൽ ഊട്ടിയുടെ ഭൂപ്രകൃതി നമുക്ക് ഈ ഒരു യാത്രയിൽ മനസ്സിലാക്കാൻ പറ്റും. കൃഷിയിടങ്ങളും മലമടക്കുകളും ആ മലയുടെ അടിവാരത്ത് കുറേ വീടുകളും എല്ലാം ഭംഗിയുള്ള കാഴ്ചകളാണ്. ശരിക്കും നമ്മളിത് ഡ്രോണിൽ ഷൂട്ട് ചെയ്യണം കേട്ടോ. അതിമനോഹരമായിരിക്കും ഈ ഒരു യാത്രയുടെ കാഴ്ച അങ്ങനെ ഷൂട്ട് ചെയ്താൽ. ഈ ഒരു യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ട്രെയിനകത്ത് ബാത്റൂം സൗകര്യമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തുമ്പോൾ നമുക്ക് ബാത്റൂം ഉപയോഗിക്കാൻ പറ്റും. ഓരോ സ്റ്റേഷനിലെത്തുന്ന സമയത്ത് 2-3 മിനിറ്റ് മാത്രമേ ആ ഒരു സ്റ്റേഷനിൽ നിർത്തത്തുള്ളൂ. യാത്രയിൽ നമ്മൾ ഭക്ഷണവും വെള്ളമെല്ലാം നമ്മൾ കരുതണം. അതൊന്നും നമുക്ക് ട്രെയിനകത്ത് ലഭിക്കുന്നില്ല. അതുപോലെ ഇരിക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയ കമ്പാർട്ട്മെൻറ്റ് ഫേസ് ടു ഫേസ് ആണ് നമ്മൾ ഇരിക്കുന്നത്. 3 പേർക്കാണ് ഒരു സൈഡിൽ ഇരിക്കാൻ പറ്റുക. അത്യാവശ്യം തടിയുള്ള ആളുകളാണെങ്കിൽ അത്രയ്ക്ക് വീതിയെ ആ ഒരു സീറ്റിന് വരുന്നുള്ളൂ. പിന്നെ കാലുകൾ തമ്മിൽ പരസ്പരം മുട്ടും. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് യാത്ര ചെയ്യണം. എന്നാൽ അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്രയിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ കെട്ടി എന്ന സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കെട്ടി എന്ന സ്റ്റേഷനിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചു വീണ്ടും. ശരിക്കും ഈ ഒരു സ്റ്റേഷനിലെല്ലാം ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ കരുതുന്നത്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നമ്മൾ സിനിമയിലെല്ലാം കാണുന്ന പോലുള്ള ലൊക്കേഷനാണിത്. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമെന്ന് നമുക്ക് പറയാം. സ്റ്റേഷനിലെല്ലാം പഴയപടി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. പ്രകൃതി തന്നെ അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു പൂന്തോട്ടത്തിൻ്റെ ആവശ്യമൊന്നും ഈ ഒരു സ്റ്റേഷനിലില്ല. എന്നാൽ അവർ കുറേ പൂക്കളും ചെടികളെല്ലാം ഇവിടെ വളർത്തുന്നുണ്ട്. ആകെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്റ്റേഷനും പരിസരമാണ് കേട്ടോ ഇത്. പൈൻമരങ്ങൾ പോലുള്ള കുറേ മരങ്ങൾക്ക് ഉള്ളിലൂടെ ട്രെയിൻ പോകുന്ന കാഴ്ചയുണ്ട് കേട്ടോ. ചില സിനിമകളിലെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ച കാണാറുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു യാത്രയിൽ ഇത്തരത്തിലുള്ള മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര. ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇത്രയ്ക്കുള്ള സൗകര്യമേ ഉള്ളൂ. നമുക്ക് ബാഗെല്ലാം വയ്ക്കാൻ മുകളിൽ ചെറിയൊരു തട്ടാണുള്ളത്. താഴത്ത് നമുക്ക് ബാഗ് വയ്ക്കാനുള്ള സൗകര്യമില്ല. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെളിച്ചം എന്ന് പറഞ്ഞാൽ ചെറിയ വെളിച്ചം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. തുരങ്കപാതയിലൂടെ എല്ലാം പോകുമ്പോൾ അത്യാവശ്യത്തിനുള്ള വെളിച്ചം മാത്രമേ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്റ്റേഷൻ അരുവൻകാടാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് വെല്ലിംഗ്ടൺ എന്ന സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. ഈ സ്റ്റേഷനിലെല്ലാം 1-2 മിനിറ്റ് മാത്രമാണ് ട്രെയിൻ നിർത്തിയിടുന്നത്.
ഈ വെല്ലിംഗ്ടൺ എന്ന സ്റ്റേഷൻ്റെ പുറത്ത് നമ്മൾ കാണുമ്പോൾ വരഞ്ഞു വെച്ചതുപോലുള്ള ഭംഗിയാണ് കേട്ടോ. ചിത്രത്തിൽ നമ്മൾ കാണുന്ന അതേപോലെ തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ കൂനൂർ എന്ന സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ ട്രെയിനിൻ്റെ എൻജിൻ മാറി സ്റ്റീം എൻജിനിലേക്ക് നമ്മൾ മാറുകയാണ്. ഇതുവരേക്കും നമ്മൾ വന്നത് ഡീസൽ എൻജിനിലാണ്. മേട്ടുപ്പാളയം ഊട്ടി റൂട്ടിൽ മേട്ടുപ്പാളയം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റേഷനാണ് കൂനൂർ. നമ്മുടെ ട്രെയിൻ എൻജിൻ മാറാൻ വേണ്ടിയിട്ട് റിവേഴ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രാക്ക് മാറി വരികയാണ്. ഈ ഒരു സ്റ്റേഷനിൽ എൻജിൻ മാറുവാനായിട്ട് കുറച്ചധികം സമയം നിർത്തിയിടും. അതുപോലെ നമ്മുടെ എല്ലാം കമ്പാർട്ട്മെൻറ്റ് പുറമെ നിന്നും ഗാർഡ് ലോക്ക് ചെയ്യും കേട്ടോ. ഊട്ടിയിൽ നിന്ന് നമ്മളെ കമ്പാർട്ട്മെൻറ്റ് ലോക്ക് ചെയ്തിരുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം നമുക്കിവിടെ എൻജിൻ മാറുന്നതെല്ലാം കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ആ ദൂരത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ സ്റ്റീം എൻജിന്. കൂനൂർ വരെ നമ്മൾ എത്തിയത് ഈ ഒരു ഡീസൽ എൻജിനിലാണ്. ഇപ്പം നമ്മുടെ സ്റ്റീം എൻജിന് അവിടെ നിന്ന് എടുത്ത് കേട്ടോ. ആ സമയത്തുള്ള പുകയാണ് കാണുന്നത്. പുകയും ആവിയെല്ലാം നിറഞ്ഞ് ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ എൻജിനെത്തി. നമ്മൾ നിൽക്കുന്ന കമ്പാർട്ട്മെൻറ്റുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. എൻജിനെത്തി കഴിഞ്ഞപ്പോഴേ വിദേശികളും സ്വദേശികളായിട്ടുള്ള എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. നമ്മുടെ സാധാരണ എൻജിനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണിത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോക്കോ പൈലറ്റിന് ഒന്ന് നിൽക്കാനുള്ള സ്ഥലം മാത്രമേ ഈ ഒരു എൻജിനകത്ത് ഉള്ളൂ കേട്ടോ. ഭയങ്കര ശബ്ദമാണ് ഈ ഒരു എൻജിനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് എൻജിൻ്റെ ഉൾവശം. ഇതാണ് നമ്മുടെ എൻജിൻ്റെ മുൻവശം. ഈ കാണുന്ന ആളുകളെല്ലാം തന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ് കേട്ടോ. ഇത്തരത്തിലുള്ളൊരു ട്രെയിൻ യാത്ര നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. ചിലപ്പോഴും ഇങ്ങനെയൊരു അവസരം നമുക്കിനി കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻജിൻ്റെ വീല് കറങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ. തൊട്ട് അടുത്തെല്ലാം നിൽക്കുമ്പോൾ ശരിക്കും നല്ല ആവിയും അതുപോലെ തന്നെ പുകയും അടിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എൻജിനെല്ലാം മാറി നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. 3:32 നമ്മൾ കൂനൂർ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും യാത്ര തുടരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മൗണ്ടൻ ട്രെയിനിൻ്റെ ശബ്ദവും ഭംഗിയെല്ലാം ആസ്വദിക്കുന്നത് ഈ ഒരു എൻജിൻ മാറിയതിന് ശേഷമാണ് കേട്ടോ. ഇതിൻ്റെ ഹോണിനൊരു പ്രത്യേക ശബ്ദമാണ്. അപ്പം പുക ആവിയെല്ലാം നിറഞ്ഞ് മനോഹരമായിട്ടുള്ള സ്ഥലത്ത് കൂടെ ഈ ഒരു കുഞ്ഞു ട്രെയിനിൻ്റെ യാത്രയുണ്ടല്ലോ, അത് നമ്മുടെ ഫോട്ടോസിലും വീഡിയോസിലും എല്ലാം കാണുന്നതിന് അപ്പുറമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സിനിമയിലെല്ലാം നമ്മൾ കാണുന്ന അതേ ഫീലാണ് കിട്ടുക. അതുപോലെ നമ്മൾ ഈ ഒരു യാത്രയിൽ ഒട്ടനവധി തുരങ്കങ്ങൾക്ക് ഉള്ളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും പാലങ്ങളും എല്ലാം കടന്നുകൊണ്ടാണ് നമ്മുടെ യാത്ര. തുരങ്കത്തിന് ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും. സാധാരണ നമ്മൾ ട്രെയിനിലുള്ള അത്രയ്ക്ക് വെളിച്ചമൊന്നും ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുകയില്ല. നമ്മുടെ ഈ ഒരു യാത്രയിൽ കണ്ട മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. തേയിലത്തോട്ടമാണ്. അതിൻ്റെ താഴ്വാരത്തൂടെയാണ് നമ്മളെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ മൂന്നാറിലോ വയനാട്ടിലോ പോയി കഴിഞ്ഞാൽ നമ്മൾ ബസ്സിലോ കാറിലോ ഒക്കെയാണ് പോകുമ്പോഴാണ് ഈ ഒരു ഫീല് കിട്ടാറുള്ളത്. ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു തേയിലത്തോട്ടത്തിൻ്റെ അടിവാരത്തുകൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ തേയിലത്തോട്ടം കഴിഞ്ഞ് അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടം കവർ ചെയ്ത് പാലത്തിന് മുകളിലൂടെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യാത്രയിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചാനുഭവം നൽകുന്ന ഒരു സ്ഥലമെന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും കേട്ടോ. ഇനിയും മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ വരുന്നുണ്ട്. എന്നാലും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. ആ ഒരു സ്ഥലം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ നമുക്ക് മറ്റൊരു വെള്ളച്ചാട്ടം കൂടി കാണാൻ കേട്ടോ. നമ്മൾ കണ്ട സ്ഥലത്തിൻ്റെ പേര് റാണിമേട് എന്നാണ്. ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ നമുക്ക് കാണാം. പാർക്കിൻ്റെ താഴ്ഭാഗത്ത് കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ ദൂരെ നമുക്ക് വലിയ മലകൾ കാണാമായിരുന്നു. ചില സ്ഥലങ്ങളിലൂടെയെല്ലാം നമ്മൾ പോകുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ അഗാധമായിട്ടുള്ള ഗർത്തങ്ങളെല്ലാം കാണാം. ചെറുതായിട്ട് പേടിയുണ്ടാകും കേട്ടോ നമ്മൾ ഇത്തരത്തിലുള്ള താഴത്തേക്ക് ഗർത്തങ്ങളെല്ലാം കാണുമ്പോൾ. നമ്മൾ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിക്ക് ബസ്സിലോ മറ്റു വാഹനങ്ങളിലോ വരുമ്പോൾ ഈ ട്രെയിൻ റൂട്ട് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മളൊരു ഗുഹയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചു. ആ തുരങ്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ദൂരത്ത് നീല കളറിൽ നമുക്ക് മലകൾ കാണാം. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മറ്റൊരു തുരങ്കത്തിലേക്ക് കയറുകയാണ്. ആ തുരങ്കത്തിന് അധികം ദൂരെ ഇല്ലായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ മുൻവശത്തേക്ക് നമ്മൾ നോക്കുമ്പോഴും പിറകിലേക്ക് നോക്കുമ്പോഴും പ്രകൃതി ഭംഗിയും ഈ ഒരു ട്രെയിനിൻ്റെ കാഴ്ചകളെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ഒരു യാത്രയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തു കൂടിയാണ്. നമ്മളങ്ങനെ ഹിൽഗ്രോ എന്ന സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹിൽഗ്രോ എന്ന സ്റ്റേഷനിൽ കുറച്ച് സമയം നമ്മളെ ട്രെയിൻ നിർത്തിയിട്ടു. എൻജിനിലേക്ക് വേണ്ട വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തിയിടുന്നത്. അപ്പം സ്റ്റീം എൻജിൻ ആയതിനാൽ ഇടയ്ക്ക് എൻജിനിലേക്ക് വെള്ളം നിറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൽ വെള്ളം നിറയ്ക്കുന്നത് കാണാൻ പോവുകയാണ് കേട്ടോ. മുൻവശത്തേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എഞ്ചിനിൽ വെള്ളം നിറയ്ക്കുന്നതാണ് കേട്ടോ. എഞ്ചിൻ്റെ അകത്തു നിന്നും നിറച്ചും ആവിയോ അതുപോലെ തന്നെ പുകയെല്ലാം പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്ക് ആളുകളെല്ലാം പുറത്തിറങ്ങി ഈ ഒരു കാഴ്ച കാണുവാനായിട്ട്. അതുമാത്രമല്ല ഈ ഒരു സ്റ്റേഷനിൽ നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഭക്ഷണവും ബാഗും എല്ലാം ഇവ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ കയ്യിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങുന്നുമുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ എഞ്ചിൻ്റെ ട്രാക്കിൽ വെച്ച് തള്ളുന്ന ചക്രമാണ്. ഈ ഒരു പൽചക്രം പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ട്രെയിൻ നീങ്ങുന്നത്. കമ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ഈ ഒരു യാത്രയിൽ നമ്മൾ ഇതുവരെ കണ്ട സ്റ്റേഷനുകൾ പുതിയ തരത്തിലുള്ള നവീകരണ പ്രവൃത്തികളൊന്നും നടത്തിയിട്ടില്ല. പഴയ ബിൽഡിങ്ങുകൾ മറ്റും അതേപടി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേഷനെല്ലാം നിലനിർത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരു പഴമയുടെ ഫീലിംഗ് ലഭിക്കുന്നത്. നമ്മൾ ട്രെയിനിൻ്റെ സ്പീഡ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ് മണിക്കൂറിൽ കാണുന്നത്. ഇത്തരത്തിലുള്ള നിറയെ പാലങ്ങളും ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കടന്നുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത്. മഴക്കാലത്ത് ഈ ഒരു യാത്ര എത്രത്തോളം സാധ്യമാണെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയിടിച്ചിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ അഗാധമായിട്ടുള്ള ഗർത്തങ്ങളും ചെറിയ ചെറിയ അരുവികളെല്ലാം അതുപോലെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളെല്ലാം നമുക്ക് കാണാം. ശരിക്കും നമുക്ക് ചെറിയൊരു ഭയം തോന്നും ഈ ഒരു സമയത്ത്. അത്തരത്തിലുള്ള സ്ഥലത്തുകൂടിയാണ് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ നമ്മളൊരു തുരങ്കത്തിലേക്ക് കയറുകയാണ്. ഈ യാത്ര ചെയ്യുന്ന വഴികളെല്ലാം വലിയ പാറകളെല്ലാം വെട്ടിയാണ് ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ മെഷീനറീസ് ഒന്നും ഇല്ലാതെ ഇത്തരത്തിലൊരു പാത നിർമ്മിക്കാൻ എത്രയോ മനുഷ്യരുടെ അധ്വാനവും ബ്രിട്ടീഷുകാരുടെ വൈദഗ്ധ്യവും എല്ലാം നമുക്ക് ഈ ഒരു യാത്രയിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പാലവും ഒരു കുഞ്ഞു വളവും ഈ ഒരു മലയുടെ കാഴ്ചയെല്ലാം നമ്മുടെ യാത്രയിൽ മറ്റൊരു ഭംഗിയുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു വ്യൂ നമുക്ക് അതീവ മനോഹരമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ മലയെല്ലാം ഇറങ്ങിയിട്ട് താഴെ എത്തിയിരിക്കുകയാണ്. പിന്നോട്ടേക്ക് നോക്കിയാൽ നമുക്ക് കടന്നു വന്ന വഴി കാണാം. നമ്മൾ അടുത്തായിട്ട് കണ്ട വലിയ മലകളെല്ലാം കാണാം. നമ്മുടെ ഈ ഒരു യാത്ര ഏകദേശം പൂർത്തിയാകാൻ പോവുകയാണ്. മേട്ടുപ്പാളയം എത്താറായി. നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കുന്ന ആളുകളാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ യാത്ര ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു യാത്രയിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ ഏകദേശം 1908 നിർമ്മിച്ചത്. അപ്പോൾ ആ ഒരു ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു പാത നിർമ്മിച്ച ബ്രിട്ടീഷുകാരെ നമ്മൾ നമിക്കും കേട്ടോ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് തുരങ്കപാതകളും ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പാലങ്ങളും ഒരു കേടുപാടുകളും ഇല്ലാതെ നമ്മളിപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ മെയിൻറ്റെയിൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവയ്ക്കൊന്നും വലിയ കേടുപാടുകളൊന്നും ഇത്രയും വർഷമായിട്ടും ഏകദേശം 100 വർഷത്തിലധികമായില്ലേ, ഒരു പ്രശ്നവും ഇതുവരെ ഇല്ല. അപ്പം നമ്മൾ അവരുടെ എൻജിനീയറിംഗ് വൈദഗ്ധ്യമാണ് നമ്മൾ ശരിക്കും ഈ ഒരു യാത്രയിൽ അനുഭവപ്പെടുന്നത്. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും ശരിക്കും ഞാൻ ഈ ഒരു യാത്ര ആസ്വദിച്ചെന്ന് പറയാം. ഭയങ്കരമായിട്ടുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം മേട്ടുപ്പാളയം സ്റ്റേഷനിൽ എത്താറായി. നിങ്ങൾക്ക് ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള അടുത്ത യാത്രയിൽ കാണാം. ഓക്കെ, ബൈ.